Meet the editors. ചോദ്യം ഇതാണ്, ദിമാഗി നക്സൽ ചാപ്പയോ? ദിമാഗി നക്സൽ ചാപ്പയോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പിയാസുനിൽ തുടങ്ങാം. പിയാസുനിൽ പലതരം പ്രയോഗങ്ങൾ നമ്മൾ കേട്ടു. തുക്കട ഗാങ്, അർബൻ നക്സൽസ്. എങ്ങനെയാണ് JNU ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളെ, അവിടെയുള്ള അക്കാഡമിക് സമൂഹത്തെ, എന്തിന് നമ്മുടെ റൊമീല താപ്പർ അടക്കമുള്ളവരെ സംശയത്തിന് നിഴലിൽ നിർത്തി അർബൻ നക്സൽ എന്നൊരു പ്രയോഗം? പക്ഷേ സർക്കാർ അത് ഔദ്യോഗികമായിട്ട് ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും പാർലമെൻറ്റിൽ അർബൻ നക്സൽ എന്ന് സർക്കാർ വിളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിളിപ്പിക്കുകയാണ് പുറത്ത്. പക്ഷേ നോക്കൂ, ചെങ്കോട്ടയിൽ നിന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ ദിമാഗി നക്സൽ എന്ന പ്രയോഗം നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. അവരെ സൂക്ഷിക്കണം, തിരിച്ചറിയണം, ഒറ്റപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് ദിമാഗി നക്സൽസ് എന്ന് കിരൺ റിജിജു പിന്നീട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വീണ്ടും ഒരു ചാപ്പകുത്തലാണോ ദിമാഗി നക്സലിലൂടെ? ഈ ചെങ്കോട്ട എന്ന് പറയുന്നത് നമുക്കറിയാലോ, ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ സ്ഥലമാണ്. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്? അത് ഒരു മതേതരമായിരിക്കണം ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നതുകൊണ്ടാണ് ചെങ്കോട്ട തിരഞ്ഞെടുത്തത്. ഇന്ത്യ ഗേറ്റല്ല ദേശീയ പതാക ആദ്യം ഉയർത്തിയത്. ചെങ്കോട്ടയിൽ വന്ന് ദേശീയ പതാക ഉയർത്തി അവിടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ആ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് ദിമാഗി നക്സലുകളുണ്ട് രാജ്യത്ത് എന്നത്. ഞാൻ കൂട്ടി നോക്കുമായിരുന്നു എത്ര തവണ എന്തൊക്കെ ചാപ്പകൾ മോദി വന്നതിന് ശേഷം ഇത്തരത്തിൽ ആളുകൾക്ക് മേൽ ആരോപിച്ചിട്ടുണ്ട് എന്ന്. ആദ്യം പറഞ്ഞു തുക്കട ഗാങ്, ഇപ്പോൾ അരുൺ പറഞ്ഞതുപോലെ, പിന്നെ ഖാൻ മാർക്കറ്റ് ഗാങ്, പിന്നെ അവാർഡ് വാപ്പസി ഗാങ്, അതുപോലെ ആസാദി ഗാങ്, അഫ്സൽ ഗാങ്, ആൻറ്റി നാഷണൽ ഗാങ്, കമ്മ്യൂണിസ്റ്റ് ഗാങ്, അതിനുശേഷമാണ് അർബൻ നക്സൽ ഗാങ് എന്ന് പറഞ്ഞത്. പിന്നീട് ഒന്നുകൂടി പറഞ്ഞു ആന്തോളൻ ജീവികൾ. ചിലർക്ക് ഈ ആന്തോളൻ എന്ന് പറഞ്ഞ സമരം നടത്താതിരുന്നാൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആന്തോളൻ ജീവി. അങ്ങനെ 10ാമത്തേതിലാണ് ഇപ്പോൾ ദിമാഗി നക്സൽ എന്ന് പറയുന്നത്. ദിമാഗി നക്സൽ. അപ്പോൾ ഈ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തായിരിക്കും വരിക ഈ ഒരു ദിമാഗി നക്സൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം തലച്ചോറ് നിറഞ്ഞു കഴിഞ്ഞു. ആൻറ്റി നക്സൽ, അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലെ അർബൻ നക്സൽ, അങ്ങനെ തുടങ്ങി എല്ലാം വന്നു. അപ്പോൾ ഏത് ഭാഗത്തായിരിക്കും ദിമാഗി നക്സൽ? ദിമാഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ തലച്ചോറിൻ്റെ ഏത് ഭാഗത്തായിട്ട് വരും ഈ സാധനം എന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞാൽ നല്ലതായിരിക്കും. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നോക്കൂ, ഈ ആന്തോളൻ ജീവി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഇപ്പോൾ ദിമാഗി നക്സൽ എന്ന പ്രയോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചിരിക്കുന്നത്? അത് ജന്തർ മന്ദറിൽ കുട്ടികൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ അവർ പരീക്ഷാ തട്ടിപ്പ് ഉയർത്തിക്കൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആവശ്യപ്പെട്ട് സമരം നടത്തി. ആ സമരം വലിയ തരംഗമായി. പിന്നീട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് രാജിവെക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായി. ആ വിദ്യാർത്ഥികളെ അതിക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചതിൻ്റെ വീഡിയോകളൊക്കെ തന്നെ രാജ്യത്ത് വലിയ ചർച്ചയായി. മറുപടി പറയാൻ കഴിയാതെ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെൻറ്റിൽ നിന്ന് വിട്ടുനിന്നു. ഒരു ദിവസം പോലും പാർലമെൻറ്റിൽ വന്നില്ല. സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. യുവാക്കളുടെ അമർഷം സർക്കാരിനെതിരെ പുകയുമ്പോഴാണ് പുതിയൊരു നറേറ്റീവ് കൊണ്ടുവരുന്നത്. ദിമാഗി നക്സലുകളാണ് ഇതിന് പിന്നിൽ എന്ന് പറയുകയാണ്. അപ്പോൾ ദിമാഗി നക്സൽ എന്ന് ആരെയാണ് വിളിക്കുന്നത്? ഞങ്ങൾക്ക് ജോലി വേണം, ഞങ്ങൾക്ക് ജോലിയില്ല എന്ന് പറയുന്ന യുവാക്കളെ. പരീക്ഷാ തട്ടിപ്പ് രാജ്യത്ത് നടക്കുന്നു, അത് തടയണമെന്ന് പറയുന്നവരെയാണ് ദിമാഗി നക്സൽ എന്ന് പറയുന്നത്. കാർഷിക രംഗത്ത് പ്രതിസന്ധിയാണ്. കർഷകർക്ക് താങ്ങുവില കിട്ടുന്നില്ല, കർഷകർക്ക് ഒരു സഹായവും കിട്ടുന്നില്ല, ഞങ്ങളെ സഹായിക്കൂ എന്ന് ആവശ്യപ്പെടുന്ന കർഷകരെയാണ് പറയുന്നത് ദിമാഗി നക്സൽ. രാജ്യത്ത് ചിന്തിക്കുന്നവരെ, ചോദ്യം ചോദിക്കുന്നവരെ, സർക്കാരിനെ വിമർശിക്കുന്നവരെയൊക്കെ ദിമാഗി നക്സൽ എന്ന് പറയുകയാണ്. നക്സൽ ചിന്തകളുള്ളവരെന്ന് പറയുകയാണ്, മാവോയിസ്റ്റുകൾ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മാവോയിസ്റ്റുകളായും നക്സലായും ഈ പ്രതിഷേധിച്ച് നിൽക്കുന്ന, എതിർപ്പുന്നയിക്കുന്ന, ചോദ്യങ്ങൾ ചോദിക്കുന്ന, ചിന്തിക്കുന്ന മനുഷ്യരെയൊക്കെ തന്നെ ചാപ്പ കുത്തുകയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ ഓരോ പേരുകൾ ചുമത്തിയാണ് ഇവരെയൊക്കെ തന്നെ നേരിട്ടത്. നമുക്കറിയാലോ, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ സമരം നടന്നപ്പോഴാണ് ഈ തുക്കട ഗാങ് എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിച്ചത്. ആ സമയത്താണ് അർബൻ നക്സൽ എന്ന ആരോപണം ഉന്നയിച്ചത്. അന്ന് ചെറിയൊരു ആരോപണത്തിൻ്റെ അന്ന് ഈ നമുക്കറിയാലോ ഷർജിൽ ഇമാം, അതുപോലെ തന്നെ നമ്മുടെ ഉമർ ഖാലിദ്, ഈ 2 പേർ അറസ്റ്റിലാണ്. ഇവർക്ക് 6 വർഷമായി ജയിലിൽ കിടക്കുകയാണ്. ഇതുവരെ ജാമ്യം കിട്ടിയിട്ടില്ല. എന്താണ് ഇവർക്കെതിരെയുള്ള കുറ്റം?
ഡൽഹി പോലീസിനോട് കോടതി പലതവണ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, വിചാരണ കോടതി ഇവർക്കെതിരെ ഇതുവരെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല, ഇവർക്കെതിരെ ഇതുവരെ ഒരു ഡിവൈസ് പോലും പിടിച്ചെടുത്തിട്ടില്ല, ഒരു മെസ്സേജ് അയച്ചു എന്നാണ് പറയുന്നത്. ഒരു ഡിവൈസ് പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിന് ഇതുവരെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വ്യക്തമായ തെളിവ് ഇതുവരെയും കോടതിയിൽ നൽകിയിട്ടില്ല. പക്ഷേ അപ്പോഴും ഇവർ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞ് ജയിലിലിട്ടിരിക്കുന്നു. ജാമ്യമില്ല. 6 വർഷമായി കേസിൽ വിചാരണ പോലും നടന്നിട്ടില്ല. എത്രത്തോളം അപകടകരമാണെന്ന് ആലോചിച്ചു. വിചാരണയില്ലാതെ 6 വർഷത്തിലധികമായി 2 വിദ്യാർത്ഥി നേതാക്കൾ അവർ ഭീകരരാണ് എന്ന് പറഞ്ഞ് രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞ് ജയിലിലിട്ടിരിക്കുകയാണ്. നീതി നിഷേധിക്കുന്ന സാഹചര്യം അവിടെയുണ്ട്. ഞാൻ ഈ ഹാത്രസിൽ പോയിരുന്നു നേരത്തെ. ഒരു ദളിത് പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഹാത്രസ് എന്ന് പറയുന്ന സ്ഥലം. ആ സംഭവം ദളിത് പെൺകുട്ടിക്ക് നേരെ അവിടുത്തെ ഉന്നത ജാതിക്കാർ, ഠാക്കൂർ സമുദായത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട യുവാക്കളാണ് ആ പെൺകുട്ടിയെ ആക്രമിച്ചത്. നമുക്കറിയാം ആ വിവാദം. ആ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിൻ്റെ അനുമതി പോലും ചോദിക്കാതെ ഉത്തർപ്രദേശ് പോലീസ് ആ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. അന്ന് ആ പെൺകുട്ടിയുടെ വീട് പോലീസ് വളഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. അന്ന് ഉത്തർപ്രദേശ് സർക്കാർ വലിയ പ്രതിസന്ധിയിലായി. കാരണം യോഗി ആദിത്യനാഥാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ഠാക്കൂർ സമുദായക്കാരനാണ്. അവരെ സംരക്ഷിച്ചേ പറ്റൂ. അപ്പോഴാണ് അവിടെ 2-3 ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ ഈ സിദ്ദിഖാപ്പനെ പോലുള്ള ആളുകൾ വരുന്നത്. പത്രക്കാരാണെന്ന് പറഞ്ഞു പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹത്തിന് 2-3 വർഷം ജയിലിൽ കിടന്നു. ജാമ്യം നൽകി. ആ കേസിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയുമോ? ആ കേസിൽ ഇനിയൊന്നുമില്ല. ജാമ്യം നൽകി. സിദ്ദിഖാപ്പൻ ഇപ്പോൾ പുറത്തിറങ്ങി. ആ കേസും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ഈ രീതിയിലാണ്, നോക്കൂ, ഈ രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, മോദി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കഴിഞ്ഞ 10-12 വർഷമായി ഒരു വലിയൊരു ഇഷ്യൂ വരുമ്പോൾ, വലിയൊരു പ്രശ്നം വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള, അതിനെ മറികടക്കാനുള്ള, ജനങ്ങളുടെ ആ വിഷയത്തിലെ ശ്രദ്ധ തിരിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അതേ രീതിയിലാണ് ഇപ്പോൾ മറ്റൊരു നെറേറ്റീവ് കൊണ്ടുവരുന്നത്, ദിമാഗി നക്സൽ എന്നുള്ളൊരു പ്രയോഗം. അതായത് ഈ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ദിമാഗി നക്സലുകളാണ് എന്നുള്ളതാണ്. നമുക്കറിയാലോ ഈ ഇപ്പം മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം അത് ഈ സർക്കാർ വന്ന ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചതാണ്. അത് ആംഡ് മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള വലിയ നീക്കമായിരുന്നു. പക്ഷേ 2011 സുപ്രീം കോടതി പറഞ്ഞിരുന്നു, അവർ റിപ്പബ്ലിക് മസ്റ്റ് നോട്ട് കിൽ ഇറ്റ്സ് ഓൺ ചിൽഡ്രൻ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി 2011 വിധി പറഞ്ഞിട്ടുണ്ട്. അവരുമായി ചർച്ച നടത്തണം. അവരുമായി ചർച്ച നടത്തി എന്താണ് അവർക്ക് പറയാനുള്ളത് കേട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു. 2011 ജസ്റ്റിസ് മദൻ ബി ലോക്കൂറും AK ഗോയലും അധ്യക്ഷനായ 2-അംഗ ബെഞ്ച് 2016 ഇതേ വാചകം ആവർത്തിച്ചു. അന്ന് സാൽവാജുദും എന്ന് പറഞ്ഞൊരു പദ്ധതി അന്ന് മാവോയിസ്റ്റ് മേഖലകളിൽ അന്നത്തെ സർക്കാർ നടപ്പാക്കിയിരുന്നു. കാരണം ഈ അതിർത്തിയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് ആയുധം കൊടുത്ത് മാവോയിസ്റ്റുകളെ നേരിടുന്ന ഒരു പദ്ധതിയായിരുന്നു. ഞാൻ ആ മേഖലകളിലൊക്കെ തന്നെ ഒരുപാട് തവണ സഞ്ചരിക്കുകയും അവിടെ മാവോയിസ്റ്റുകൾ അഭിമുഖമൊക്കെ തന്നെ പകർത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുമായി സംസാരിച്ചിട്ടുണ്ട്, അവരുമായി വനത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പം അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ തന്നെ ഞാൻ നേരിട്ട് നിരവധി തവണ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു കാലത്ത് പോലും ഇന്ത്യൻ ഭരണകൂടം, ഇന്ത്യൻ സർക്കാർ ഒരു ചർച്ചയ്ക്കോ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒന്നിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നീട് ഇതൊരു ആംഡ് സ്ട്രഗിളാണ് തീർച്ചയായും. അതിനെ ആ രീതിയിൽ തന്നെ നേരിടാൻ തീരുമാനിക്കുന്നത്. പിന്നീട് ഇപ്പോൾ രാജ്യത്ത് ഏതാണ്ട് 1026 ജില്ലകളിൽ മാവോയിസ്റ്റ് എഫക്റ്റഡ് ജില്ലകൾ എന്നാണ് കേന്ദ്ര സർക്കാർ വിലയിരുത്തി. ഇപ്പോൾ എവിടെയും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മാവോയിസ്റ്റുകൾ ഉള്ളത് അല്ലെങ്കിൽ നക്സലുകൾ ഉള്ളത് ഈ അർബൻ നക്സലുകൾ പോലെ ദിമാഗി നക്സലുകൾ എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചെങ്കോട്ടയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജ്യത്ത് ചിന്തിക്കുന്നവർ, വിമർശിക്കുന്നവർ, ഭരണകൂടത്തെ എതിർക്കുന്നവർ അല്ലെങ്കിൽ ഭരണകൂടത്തോട് ചോദ്യം ചോദിക്കുന്നവരെയൊക്കെ ദിമാഗി നക്സലുകൾ എന്ന് വിളിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്തോളൻ ജീവി എന്ന പ്രയോഗം, ആന്തോളൻ ജീവി എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് സമരം ചെയ്യുന്നവരെ. ആരാണ്? ഗാന്ധിജി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഗാന്ധിജി അങ്ങനെയാണെങ്കിൽ ഒരു ആന്തോളൻ ജീവിയായിരിക്കും. അദ്ദേഹം ആന്തോളൻ ജീവിയായതുകൊണ്ടാണ് ഇന്ന് നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇരിക്കാൻ പറ്റുന്നത്. അതെ, ശ്യാമപ്രസാദ് മുഖർജി ആന്തോളൻ ജീവിയായിരുന്നു, അംബേദ്കർ ആന്തോളൻ ജീവിയായിരുന്നു, സർദാർ പട്ടേൽ ആന്തോളൻ ജീവിയായിരുന്നു, അബുൽ കലാം ആസാദ് ആന്തോളൻ ജീവിയായിരുന്നു, നെഹ്റു ആന്തോളൻ ജീവിയായിരുന്നു. ഇവരൊക്കെ ദിമാഗി നക്സലുകളുമായിരുന്നു. അവരൊക്കെ ദിമാഗി നക്സലുകളായതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്നെ കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാം. മോദിയുടെ കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ ഭഗത് സിംഗിനെ പോലുള്ള ആളുകളെയൊക്കെ തന്നെ ഈ കാലത്ത് ഭഗത് സിംഗ് ഒക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇപ്പോൾ ഭഗത് സിംഗ് വലിയ മഹാനാണ് എന്ന്
പറയുകയും ഒരു വശത്ത് പറയുകയും മറുവശത്ത് ചിന്തിക്കുന്നവരെ പ്രതികരിക്കുന്നവരെ ആന്തോളൻ ദിമാഗി നക്സൽ ആന്തോളൻ ജീവി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഭഗത് സിംഗിനെയൊക്കെ മോദി വിലയിരുത്തുക എന്ന കാര്യത്തിൽ എനിക്ക് വലിയ കൗതുകവും അത്ഭുതവുമുണ്ട്. ഓക്കെ, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. ദിമാഗി നക്സൽ ചാപ്പയോ എന്നാണ് ചോദ്യം. സ്മൃതി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗം, ആ പ്രസംഗം അദ്ദേഹം പതിവ് രീതിയിൽ തന്നെ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ രാജ്യം വിദേശ നയത്തിലെടുക്കേണ്ട സമീപനങ്ങളെക്കുറിച്ച്, മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട നിലപാടിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷ പോലും കൃത്യമായി നടത്താൻ കഴിയാതിരുന്നതിനെക്കുറിച്ച്, തൻ്റെ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഡാമേജിനെക്കുറിച്ച്, അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോഴും വലിയ അനുരണങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പാറ്റകൾ എന്ന് പറയുന്ന വിദ്യാർത്ഥി സമരം, ആ സമരം ഉണ്ടാക്കിയ ഒരു സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ട്രെയിനിങ് നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളടക്കം കുറേ കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ 40 തവണയേറ്റ വിദ്യാർത്ഥികൾ എന്ന് അദ്ദേഹം പറഞ്ഞു പോയിട്ടുണ്ട് ആ പ്രസംഗത്തിൽ. പക്ഷേ എന്തുകൊണ്ടാണ് അത് പറയേണ്ടി വന്നിരുന്നത് എന്ന് തൊടാതെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഈ 12 വർഷത്തിനിടയിലെ ഏറ്റവും മോശം സ്വാതന്ത്ര്യദിന പ്രസംഗമായിരുന്നു മോദിയുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ തന്നെയാണ് ഏറ്റവും ഒരു തീവ്ര വാക്ക്, അതായത് ദിമാഗി നക്സൽസ് എന്നൊരു വാക്ക് അവിടെ തീവ്ര നിലപാടുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണല്ലോ ഈ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ പല പ്രയോഗങ്ങൾ പല കാലങ്ങളായി നടത്തിയിട്ടുണ്ട്. ആ പ്രയോഗങ്ങൾ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുക, അത് ബാക്കിയുള്ളവർ ഏറ്റെടുത്തുകൊള്ളും. അപ്പോൾ ഈ സർക്കാരിനെ വിമർശിക്കുന്ന, സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്നവരൊക്കെ അർബൻ നക്സലുകളിൽ നിന്ന് സ്ഥിരമായി BJP പ്രതിനിധികൾ വിളിക്കുന്ന, നമ്മൾ കേരളത്തിലും കണ്ടിട്ടില്ല, അവർ അർബൻ നക്സലുകളാണ്. അതായത് സർക്കാരിന് വിരുദ്ധമായി എന്ത് നിലപാടെടുക്കുന്നവരും അർബൻ നക്സലുകളാണെന്ന് പറഞ്ഞത്. ഇപ്പം നക്സലുകളുമായി ബന്ധപ്പെട്ട് നക്സലുകളെ പൂർണ്ണമായും തുടച്ചു നീക്കിയിരിക്കുന്നു. കുറേ പേരെ തിരിച്ചെത്തിച്ചു, കുറേ പേരെ പൂർണ്ണമായും ഇല്ലാതാക്കി. നക്സലുകൾ എന്നൊരു വിഭാഗം ഇപ്പോൾ രാജ്യത്തില്ല എന്നാണ് അമിത്ഷാ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ ദിമാഗി നക്സൽ എന്ന പ്രയോഗം വരുന്നത്. ദിമാഗി നക്സൽ ഒരു ഹിന്ദി ചാനൽ, ഇംഗ്ലീഷ് ചാനലിലെ ചർച്ചയിൽ ദിമാഗി നക്സൽ എന്ന പ്രയോഗം, ഞങ്ങളെ വേണമെങ്കിൽ അന്ധഭക്തർ എന്ന് വിളിച്ചോളൂ, പക്ഷേ ഞങ്ങൾ ദിമാഗി നക്സൽസ് അല്ല എന്നൊരു പ്രയോഗം അവിടുത്തെ ഒരു BJP പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു. അപ്പോൾ തിരിച്ച് കോൺഗ്രസ് പ്രതിനിധിയാണെന്ന് തോന്നുന്നു, തിരിച്ച് പ്രതിപക്ഷത്തെ ഒരു പാർട്ടിയിലെ പ്രതിനിധിയാണ്, തിരിച്ച് പറയുന്നു അതിന് ദിമാഗ് വേണ്ടേ, തലച്ചോറ് വേണ്ടേ ഉപയോഗിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ തലച്ചോറുള്ളവർ ആണ്, അതായത് ഒരു എന്താണ് ഈ പ്രയോഗങ്ങൾ പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുള്ളതാണ്. ആളുകളെ അത് വെച്ചൊരു അപകടം നിങ്ങളെ നേരിടാൻ പോകുന്നു എന്നൊരു ഭീഷണി ആ സ്വരത്തിലുണ്ട്. അപകടം പല ഘട്ടങ്ങളിലായി നമ്മൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. പല ആളുകൾക്കും അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നക്സലുകൾ മാത്രമല്ല, ലഷ്കർ ഇ തയ്യബയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്ന ചാപ്പയും കുത്തുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. അപ്പോൾ മോദി അധികാരത്തിൽ വന്ന ശേഷം പല വാക്കുകൾ ഒരു കള്ളി ഉണ്ടാക്കിയ കള്ളിയിലേക്ക് ആളുകളെ എടുത്തിടുന്നു. നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ മാധ്യമപ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ട് നടത്തിയിരുന്ന പ്രയോഗമാണ്. അത് മോദിയല്ല നടത്തിയത്, പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന പ്രയോഗം ഓർക്കുന്നില്ലേ, VK സിംഗ് നടത്തിയത്. അപ്പോൾ അന്ന് ആ പ്രസ്റ്റിറ്റ്യൂട്ട് പ്രയോഗം നടത്തി പിന്നീട് വിവിധ ചർച്ചകളിലൊക്കെ അതിങ്ങനെ ആവർത്തിച്ച് നമ്മളെ ആ പ്രയോഗം കൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ പിന്നീട് പൗരാവകാശ പ്രവർത്തകരെയും ബുദ്ധിജീവികളെയും ഒക്കെ അർബൻ നക്സലുകളിൽ നിന്ന് വിളിക്കും. അപ്പോൾ ഓരോ കാലത്ത് ഓരോന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പലരും ഇപ്പോൾ ജയിലിൽ കഴിയുന്നുണ്ട്, പലരും നിയമ പോരാട്ടത്തിലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട കുറ്റം എന്നുള്ളത് ചിന്താക്കുറ്റമാണ്. ചിന്തിച്ചുകൂടാ. അപ്പോൾ സർക്കാർ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകാതെ ചിന്തിച്ചുകൊണ്ട് നിലപാടെടുത്ത് പ്രതികരിക്കുന്നവർക്കൊക്കെ ഒരു ചിന്താക്കുറ്റം ചാർത്തുകയാണ്. ഇതാണ് ഈ തോട്ട് ക്രൈം എന്ന ഒരവസ്ഥ, ജോർജ് ഓർവെലിന്റെ നോവലിൽ പറയുന്ന തോട്ട് ക്രൈം എന്ന അവസ്ഥ. ആ രൂപത്തിലേക്ക്, അതെ, അപ്പോൾ ആ രൂപത്തിലേക്ക് അതൊരു ക്രൈമാണ് എന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അത് പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ മാത്രമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതില്ല. പക്ഷേ അത് BJPയുടെ ഒരു രീതിയായി മാറിയിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്ന എന്താണ്, മലയാളിയായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് രവി നായരുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. രവി നായരുടെ കേരളത്തിലും ഡൽഹിയിലുമുള്ള വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കമ്പ്യൂട്ടർ എടുത്തുകൊണ്ട് പോകുന്നു, ഫോണുകൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിനെന്താണ് കാരണം പറയുന്നത്, ഈ പറയുന്ന അദാനിക്കെതിരെ വാർത്തകൾ കൊടുത്തു. അദാനിക്കെതിരെ വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു ലേഖനം എഴുതി എന്നുള്ളതാണ്. അതെന്തായിരുന്നു? വാഷിംഗ്ടൺ പോസ്റ്റിൽ LIC അദാനിയുടെ സംരംഭങ്ങളിൽ നടത്തിയ നിക്ഷേപത്തിന്റെ രഹസ്യ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് നൽകുകയാണ് ചെയ്തത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വേട്ടയാടലിന് വിധേയനായിരിക്കുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ എന്തായാലും ഈ ദിമാഗി നക്സൽസ് എന്ന പ്രയോഗം വരുമ്പോഴും കോക്രോച്ചുകൾ എന്ന ചീഫ് ജസ്റ്റിസ് വിളിച്ചപ്പോൾ ഇവിടുത്തെ യുവത്വം ഉണർന്നതുപോലെ തന്നെ ദിമാഗി നക്സൽസും അവരും ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റയിൽ. അതിനും നല്ല ഫോളോവേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് നിങ്ങൾ അധിക്ഷേപമായി ഉപയോഗിക്കുന്ന വാക്കുകൾ ഞങ്ങൾക്കൊരു അലങ്കാരമാണ് എന്ന രൂപത്തിൽ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ യുവാക്കൾ വരുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു
മാനേജ്മെന്റ് കോളേജിനെതിരെ നടന്ന സമരം, MA കോളേജിൽ കോതമംഗലത്ത് നടന്ന ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആ വിദ്യാർത്ഥികൾ ശക്തമായി നിൽക്കുകയായിരുന്നു. അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ കാണുന്നത് പ്രിൻസിപ്പൽ വന്ന് 10 നടപടികൾ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ ആ നടപടികൾ വന്നപ്പോഴേക്കും അവരങ്ങനെ ഒച്ചയിടുകയാണ്, ബഹളം വയ്ക്കുകയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കൃത്യമായി പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഡീനെ മാറ്റി നിർത്താനുള്ള തീരുമാനം വരുന്നു. അപ്പോൾ ഈ ശക്തമായി നിന്നാൽ ഞങ്ങളുടെ നിലപാടുമായി എത്ര വലിയ ആക്രമണം നിങ്ങളുടെ ഭാഗത്തുണ്ടായാലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളൊരു തോന്നൽ, അതായത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ തന്നെ ഈ പാറ്റ സമരത്തിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കണം കേട്ടോ. അതിൻ്റെ ഒരു അല്ലേ, എല്ലാവരിലേക്കും അത് പടരുന്നുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം നമ്മുടെ യുവാക്കളുണ്ട്. വളരെ പോസിറ്റീവായ മാറ്റമാണ് അത്. ആ രൂപത്തിൽ ആ പ്രതിഷേധം അവിടെ നിൽക്കുന്നു. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു പോവുക, മറ്റ് ചാപ്പുകൾ കുത്തുക എന്നുള്ളത്. നമ്മുടെ മുന്നിൽ പരംജോയ് ഗുഹ തക്കൂർത്തയുണ്ടല്ലോ, അദ്ദേഹം EPWയുടെ മുൻ എഡിറ്ററാണ്. അതേപോലെ എത്ര പേരെ ജയിലിലാക്കിയിരിക്കുന്നു. ആ ജയിലിലായവർ ഇപ്പോഴും നിയമ പോരാട്ടം നടത്തുന്നു. ഇന്നിപ്പോൾ നമ്മൾ വായിക്കുന്ന വാർത്ത നരേന്ദ്ര ധബോൾക്കറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വാർത്തയാണ്. അതിലെ 2ാം പ്രതി സച്ചിൻ അന്തുറയുടെ ശിക്ഷാവിധി കോടതി മരവിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ കോടതികൾ പോലും ഈ തരത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പല പോരാട്ടങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അകത്തു നിന്നുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നവർ, ഇപ്പോൾ JNUവിലെ മുൻ പ്രൊഫസർമാർ നടത്തുന്ന പോരാട്ടം, JNUയുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇത് പ്രതിരോധം തന്നെ സാധ്യമാകുകയുള്ളൂ. ആ പ്രതിരോധം ജൻസിയിൽ നിന്ന് വരുമ്പോൾ അതിനെ നേരിടാനാകാതെ പതറിപ്പോകുന്ന കേന്ദ്ര സർക്കാർ നമ്മൾ കാണുകയാണ്. അതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. ഇപ്പോൾ ദിമാഗി നക്സൽസ് എന്നിപ്പോൾ കോൺഗ്രസിനെ പരിഹസിക്കുന്നത്, ചിദംബരം പറഞ്ഞു ഞാൻ ദിമാഗി നക്സലാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും ഞങ്ങൾ അതാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട്. കേജ്രിവാൾ പറഞ്ഞു. അതാണ്. അപ്പോൾ അതായത് പ്രതിപക്ഷത്തെ പല നേതാക്കളിൽ നിന്ന് പ്രതികരണം വരികയാണ്. അപ്പോൾ തലച്ചോറ് ഉപയോഗിക്കുന്നവരെ ഭയക്കുകയാണ് ഭരണകൂടം എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ആ ഭയം അവിടെ ഇരിക്കട്ടെ, അന്ധഭയം ഇരിക്കട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ മധു, ഇതൊരു ചാപ്പയാണോ? വീണ്ടും ചാപ്പ അനിവാര്യമായി വന്നിരിക്കുകയാണ് അധികാരികൾക്ക് എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കാരണം അവർക്ക് പൊറുക്കാൻ കഴിയാത്ത ഒന്ന് രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജ്യമാണ്. രാജ്യത്തെ യുവത്വം, വിദ്യാർത്ഥികൾ, ചിന്തിക്കുന്നവർ, ദിമാഗികൾ, അവർ വളരെ കൃത്യമായ ഒരു പ്രൊട്ടസ്റ്റ് മുന്നോട്ട് വെച്ച സമയത്ത് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഒരു റെസിഗ്നേഷൻ എന്നത് ഉണ്ടാകില്ല എന്ന് നിർബന്ധം പിടിച്ച സർക്കാരിന് അത് ചെയ്യേണ്ടി വന്നു എന്നയിടത്തും ഇനിയും തുടർ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ രാജ്യത്തെ യുവത്വം നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിലും അവരെ ഒരു കാറ്റഗറിയിൽ, ഒരു പട്ടികയിൽ, ഒരു ചാപ്പയ്ക്ക് കീഴിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആവശ്യം ഉണ്ടായിരിക്കുന്നു സർക്കാരിന്, അധികാരികൾക്ക് എന്നതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ദിമാഗി നക്സൽ എന്ന പരാമർശം പ്രധാനമന്ത്രി നടത്തുന്നുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന് പെട്ടെന്ന് വന്ന ഒന്നാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതുണ്ടോ? ഒരു പ്രസംഗമധ്യേ പെട്ടെന്ന് എടുത്തുപയോഗിച്ചൊരു വാക്കാണ് ദിമാഗി നക്സൽ എന്ന് നമ്മൾ വിചാരിക്കേണ്ടതുണ്ടോ? ഇല്ല, അത് വളരെ പ്ലാൻഡായി പ്രൊജക്റ്റ് ചെയ്ത ഒരു വാക്ക് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് ആശയപരമായി നക്സൽ ചിന്താഗതിയുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് പറയുന്നത്. ഹത്യാരി നക്സലുകളെ ഞങ്ങൾ നിലയ്ക്ക് നിർത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ദിമാഗി നക്സൽ ആണ് എന്നതാണ് അദ്ദേഹം പ്രസംഗത്തിന്റെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പിന്നാലെയാണ് നേരത്തെ സ്മൃതി മാഡം പറഞ്ഞതുപോലെ P. ചിദംബരത്തിന്റെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വിമർശനവുമായി വന്നു. അതായത് 2010 ദന്തേവാഡയിൽ നക്സൽ ആക്രമണം ഉണ്ടായി, സൈനികർ കൊല്ലപ്പെട്ട സമയത്ത് അത് നിയന്ത്രിക്കാൻ പരാജയപ്പെട്ടയാളാണ് P. ചിദംബരം എന്ന വിമർശനം P. ചിദംബരത്തിന് നേരെ വെക്കുകയാണ്. അപ്പോൾ അന്ന് നക്സലുകളെ സഹായിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് P. ചിദംബരം ഞാൻ ദിമാഗി നക്സലാണ് എന്ന് പറഞ്ഞത്, അല്ലാതെ ഈ രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയ്ക്കല്ല പറഞ്ഞത് എന്ന് അദ്ദേഹത്തിനെതിരെ വേഗം എത്രയും പെട്ടെന്ന് കൗണ്ടർ വന്നിരിക്കുന്നു എന്നതാണ്. കിരൺ റിജിജു ഒരു ഇന്റർവ്യൂവിൽ ഈ ദിമാഗി നക്സൽ ആരാണ് എന്നത് വിശദീകരിക്കുകയാണ്. ഒന്ന്, മാവോയിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവർ, കോൺസ്റ്റിറ്റ്യൂഷനെ റിജക്ട് ചെയ്യുന്നവർ. രണ്ടാമത്, സെപ്പറേറ്റിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നവർ. മൂന്നാമത്, നോർത്ത് ഈസ്റ്റിനെ വിഭജിക്കണം എന്നാവശ്യപ്പെടുന്നവർ. ഇവരെയൊക്കെയാണ് ഞങ്ങൾ ഈ ദിമാഗി നക്സൽ എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. സൗരവ് ദാസ്, നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ പേരുകളിൽ മിസ്സായ ഒരാളാണ്. സൗരവ് ദാസ് പറഞ്ഞു, വിദ്യാസമ്പന്നരെ എങ്ങനെ നക്സലുകളാക്കി ചിത്രീകരിക്കാം എന്നതാണ്. എങ്ങനെയാണ് അതായത് നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്നവർ, ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ, വിദ്യാസമ്പന്നരായ മനുഷ്യരെ, വിദ്യാർത്ഥികളെയൊക്കെ നക്സലുകളായി ചിത്രീകരിക്കുകയാണ്. അത് അവർക്ക് നേരെ ആക്രമണം നടത്താൻ, അവരുടെ ശബ്ദങ്ങളെ തമസ്കരിക്കാൻ അല്ലെങ്കിൽ ചെറുതാക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധം എന്ന് ഉപയോഗിക്കുന്നു എന്നതാണ്. സർക്കാരിനെ ചോദ്യം ചെയ്യുന്നു എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് അതുണ്ടാകുന്നത് എന്നതാണ്. ഈ ദിമാഗി നക്സൽ ജനതാ പാർട്ടി രൂപീകരിക്കുന്നതിന്റെ മോട്ടോ എന്ന് പറയുന്നത് തിങ്ക്, റിസർച്ച്, റെസിസ്റ്റ് എന്നീ 3 കാര്യങ്ങളാണ്. അതിൻ്റെ ഫൗണ്ടർ ഒരു ദിമാഗി ഇന്ത്യനാണ്, പക്ഷെ അതിൻ്റെ കോ ഫൗണ്ടർ
ഒരു 56 ഇഞ്ച് വലിപ്പമുള്ള മനുഷ്യനാണ് എന്നതാണ് അവർ പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ പരാമർശങ്ങളിൽ നിന്നാണ്. നേരത്തെ എങ്ങനെയാണോ പാറ്റാ പാർട്ടിക്ക് ചീഫ് ജസ്റ്റിസ് കോ ഫൗണ്ടർ ആയത്, ആ രീതിയിൽ ഈ ദിമാഗി നക്സൽ ജനതാ പാർട്ടിയുടെ കോ ഫൗണ്ടർ എന്ന് പറയുന്നത് 56 ഇഞ്ചുള്ള ഒരാളാണ് എന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇനി പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെയല്ല. അതായത് ഈ അർബൻ നക്സൽ എന്ന പരാമർശം പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. ആർക്കെങ്കിലും എതിരെയല്ല, പക്ഷെ അങ്ങനെ ഒരു പരാമർശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ പാർലമെന്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ഹിന്ദുവിലെ ഒരു വാർത്ത വായിക്കുകയാണെങ്കിൽ ഈ തുക്കട തുക്കട ഗ്യാങ് എന്ന പ്രയോഗം ഉണ്ടായതിന്റെ പിറ്റേ ദിവസവും ആ അറ്റാക്ക് തുടരുകയാണ്. അതിലാണ് പറയുന്നത് ഇൻടോളറൻസ് ടുവേർഡ്സ് എനി സിറ്റിസൺ എഗെയിൻസ്റ്റ് ഇറ്റ്സ് ലീഡർഷിപ്പ് ആൻഡ് അക്യൂസ്ഡ് ഇറ്റ് ഓഫ് ബീയിങ് in the grip of urban nexels. അതായത് കോൺഗ്രസ് തിങ്കിങ് സീംസ് ടു ഹാവ് ഹൈജാക്ഡ് ബൈ urban nexels എന്നതായിരുന്നു ആ പരാമർശമായി വന്നിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ഉപദേശക സമിതിയിൽ പലർക്കും നെക്സൽ ചായ്വുണ്ട് എന്നും അവർ സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളെ സ്വാധീനിച്ചു എന്ന വിമർശനവും BJPക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഈ പറയുന്ന പ്രൊട്ടസ്റ്റുകളെ, പ്രതിഷേധ ശബ്ദങ്ങളെ, പ്രതിപക്ഷ ശബ്ദങ്ങളെ അർബൻ നക്സലുകൾ സ്വാധീനിച്ചു എന്ന് മുൻപ് പറഞ്ഞതുപോലെ ഇപ്പോൾ ദിമാഗി നക്സലുകൾ സ്വാധീനിക്കുന്നു എന്നത്. അതായത് ആ വാചക പരമ്പരകളുടെ, വാക് പരമ്പരകളുടെ തുടർച്ചയായിട്ടുള്ള പുതിയ കണ്ണിയാണ് ഈ ദിമാഗി നക്സൽ എന്നുള്ളതാണ്. ദിമാഗി നക്സൽ, ഈ അർബൻ നക്സൽ എന്ന പദത്തെ വിശദീകരിക്കാൻ പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷം. അന്ന് പക്ഷേ സർക്കാരിന് അത് കഴിഞ്ഞില്ല. പാർലമെന്റ് രേഖ തന്നെയുണ്ട്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നത് പാർലമെന്റ് രേഖയായി തന്നെയുണ്ട്. നമ്മൾ ഈ ലവ് ജിഹാദിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അതിനെ നിഷേധിച്ചുവല്ലോ, സമാനമായി. പക്ഷേ അങ്ങനെ സ്വന്തം പാർട്ടിയുടെ സർക്കാർ നിഷേധിച്ചൊരു വാക്കാണ് അർബൻ നക്സൽ എന്നിരിക്കെയാണ് പുതിയ വാക്ക് പ്രധാനമന്ത്രി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതുകൂടി നമ്മൾ ആലോചിക്കണം. എന്താണ് അർബൻ നക്സൽ എന്ന് നിയമപരമായി വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാർലമെന്റിൽ ആ ചോദ്യം വന്നപ്പോൾ അപ്പോഴാണ് പുതിയ ദിമാഗി നക്സൽ വരുന്നത് എന്നതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി അന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ആഭ്യന്തരവും അല്ലാത്തതുമായ ഈ പ്രശ്നങ്ങളെ, സുരക്ഷാ ഭീഷണിയെ, അതിനെ ചെറുക്കാൻ, പൗരന്മാരെ സംരക്ഷിക്കാൻ ട്രെയിൻഡായ ജനകീയ പ്രതിരോധ ശൃംഖലയുണ്ടാക്കുമെന്നത്. ആരാണ് ട്രെയിൻഡായ ജനകീയ പ്രതിരോധ ശൃംഖലയ്ക്ക് നേതൃത്വം നൽകുക? ആർക്കാണ് അത്തരത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള മനുഷ്യരുടെ കൂട്ടായ്മയുള്ളത് എന്നതൊന്ന് ആലോചിക്കണം. അപ്പം അങ്ങനെയുള്ള കുറുവടി സേനകളെ രാജ്യത്തിൻ്റെ ഈ പറയുന്ന നീതി നിർവഹണ സംവിധാനത്തിലും അതിനോടൊപ്പം തന്നെ ക്രമസമാധാന പാലനത്തിലും, നീതി നിർവഹണ സംവിധാനത്തിലുള്ള ക്രമസമാധാന പാലനത്തിന് ഉപയോഗിക്കാമെന്ന ചിന്തയാണോ മുന്നോട്ട് വെക്കുന്നത് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം അർബൻ നക്സലുകൾ വന്നു, രാജ്യവിരുദ്ധർ വന്നു, ദിമാഗി നക്സലുകൾ വന്നു, പാറ്റകൾ വന്നു, നേരത്തെ പോലെ പറഞ്ഞതുപോലെ ആന്തോളൻ ജീവികൾ വന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. 2 തെരഞ്ഞെടുപ്പുകൾ വരികയാണ്, പഞ്ചാബിലും UP-യിലും അടക്കം. നഷ്ടപ്പെട്ട ഈ ഇമേജ് ബിൽഡ് ചെയ്യാൻ, അങ്ങനെ നഷ്ടപ്പെടാനിടയായ ചിന്തിക്കുന്ന, ചോദിക്കുന്ന മനുഷ്യർക്ക് ഒരു ചാപ്പ് കുത്തിവെക്കാനുള്ള ശ്രമം മാത്രമാണ്, അതിന്റെ ബൈ പ്രോഡക്റ്റാണ് പുതിയ വാക്ക് എന്ന് കരുതിയാൽ മതിയാകും. ഒരു ഇടവേളയ്ക്കു ശേഷം തുടരാം. ചാപ്പയാണോ ദിമാഗി നക്സൽ ചാപ്പയോ എന്നാണ് ചോദ്യം. ചാപ്പയടിക്കുന്നതിന് സാങ്കേതികമായി പറയുന്നത് നെയിം കോളിംഗ് എന്നാണ്, അഥവാ ശകാര പേരിടിയിൽ എന്ന് പറയും. ഇതൊരു പ്രൊപ്പഗാൻഡ ടെക്നിക്കാണ് എന്ന് തിരിച്ചറിയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെയാണ്. അമേരിക്കയിൽ തന്നെയുള്ള പ്രൊപ്പഗാൻഡ സ്റ്റഡീസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ശകാര പേരിടിയിൽ എന്നുള്ളത് രാഷ്ട്രീയമായ എതിരാളികളെ എങ്ങനെ തകർക്കാനുള്ള പ്രചരണ വേലയാണ് എന്ന് കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള ശകാര പേരിടിയിൽ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. അത് കൂടുതൽ കേട്ടത് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. 1 ഡസനോളം പേരുകൾ നമ്മൾ കേട്ടു. രാജകുമാരനായി രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കുക, പാകിസ്ഥാനിയായിട്ട് ചിത്രീകരിക്കുക, രാജ്യദ്രോഹിയായി നിങ്ങൾ മുദ്ര കുത്തുക, ചാപ്പ കുത്തുക, തുക്കിടെ ഗാങ്ങാക്കുക, അർബൻ നക്സലാക്കുക, ഖാൻ മാർക്കറ്റ് ഗാങ്ങാക്കുക, ആസാദി ഗാങ്ങാക്കുക, ആന്തോളൻ ജീവി ചാപ്പയാക്കുക. ഇതെല്ലാം ഈ നെയിം കോളിംഗ് എന്ന് പറയുന്ന പ്രചരണ വേലയുടെ ഭാഗമായിട്ടാണ്. ആ പ്രചരണ വേലയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ പ്രയോഗമാണ് ദിമാഗി നക്സൽ എന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വേളയെ അനുസ്മരിക്കുന്ന സമയത്തെ പ്രസംഗത്തിൽ ചേർത്തിരിക്കുന്നത് എന്നാണ്. ഉംബർട്ടോ എക്കോ എന്ന പ്രശസ്തനായ ചിന്തകൻ തൻ്റെ ഉറുഫാസിസം എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ പറയുന്നൊരു പ്രയോഗമുണ്ട്. നിങ്ങൾ വിയോജിപ്പിനെ വിദ്രോഹമായിട്ട് കണക്കാക്കിയാൽ, അഥവാ ഡിസൻറ്റിനെ ട്രീസണായിട്ട് കണക്കാക്കിയാൽ അതൊരു ഫാസിസത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ്. 14 ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമാണ് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരെ വളരെ പെട്ടെന്ന് ചാപ്പകുത്തി രാജ്യദ്രോഹിയാക്കി മാറ്റുക. ഇതാണ് ഒരു ഫാസിസത്തിൻ്റെ ലഘുലക്ഷണം എന്ന് ഉംബർട്ടോ എക്കോ പറയുന്നുണ്ട്.
നോക്കൂ, യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ഒരു രാജ്യദ്രോഹി എന്ന് നിങ്ങളെ ചാപ്പ കുത്തിയാൽ, ലേബൽ ചെയ്താൽ, പിന്നെ നിങ്ങൾ പറയുന്നതെന്തും രാജ്യം കേൾക്കേണ്ടതില്ല, രാജ്യത്തിൽ നിങ്ങളുടെ പിന്തുണ നഷ്ടപ്പെടും എന്നുള്ളൊരു മിഥ്യാബോധമാണ്. ഇത് പ്രവർത്തിക്കുമായിരുന്നു. 2014 പ്രവർത്തിച്ചിട്ടുണ്ട്, 2019 പ്രവർത്തിച്ചിട്ടുണ്ട്, 2024 വരെയും അത് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ഇത് മാറിയ ഇന്ത്യയിൽ നരേന്ദ്രമോദിക്ക് അടിപതറി തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഈ ദിമാഗി നക്സൽ എന്ന പ്രയോഗം. ഞാനത് വിശദീകരിക്കാം എന്താണെന്ന്. ചുരുക്കത്തിൽ ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ, അടിപതറി തുടങ്ങിയ നരേന്ദ്രമോദിക്ക്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയ നരേന്ദ്രമോദിക്ക് അവസാനമായി കിട്ടിയ അഭയമായിരുന്നു ഈ പ്രയോഗം, ദിമാഗി നക്സൽ എന്ന പ്രയോഗം. ആരെയാണ് യഥാർത്ഥത്തിൽ ദിമാഗി നക്സൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? നോക്കൂ, അതിന് നമ്മൾ ഈ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം. ഇക്കഴിഞ്ഞ മൺസൂൺ സെഷൻ BJPയെ സംബന്ധിച്ച് പത്തറ്റിക് ആയിരുന്നു. BJPയെ സംബന്ധിച്ച് ഏറ്റവും ദുർബലമായിരുന്നു. അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സെഷനെ BJP അഭിമുഖീകരിച്ചിട്ടില്ല. നമ്മളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വന്ദേമാതരം അവസാനത്തെ ദിവസം വന്ന് പാടി 4 മിനിറ്റ് മാത്രമാണ് ലോക്സഭയിൽ ചിലവഴിക്കാൻ കഴിഞ്ഞത്. പ്രധാനമന്ത്രിക്കാകട്ടെ ലോക്സഭയിലോ രാജ്യസഭയിലേക്കോ കടക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് CJP ഉയർത്തിയ കൊടുങ്കാറ്റ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഉയർത്തുന്ന ശക്തമായ പ്രതിഷേധം. ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും സഭയിൽ വരാതെ ഒളിച്ചു കളിച്ചതെന്ന് ഓർമ്മിക്കണം. മൺസൂൺ സെഷൻ അവസാനിക്കുമ്പോൾ 2 നിർണായകമായ ബില്ലുകളുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഒന്ന് FCRA ബിൽ. FCRA ബിൽ എന്താ പോയിരിക്കുന്നത്? FCRA ബിൽ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. രണ്ടാമത്തേത് എന്താണ്? ഡീലിമിറ്റേഷൻ ബിൽ, മണ്ഡല പുനർനിർണയ ബില്ല്. മണ്ഡല പുനർനിർണയ ബില്ലിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ചർച്ചയ്ക്കെടുക്കാൻ പോലും സാധിച്ചില്ല. എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കഴിഞ്ഞ മൺസൂൺ സെഷൻ ആകുമ്പോഴേക്കും ഭൂരിപക്ഷം 3-2 കിട്ടാൻ പാകത്തിൽ NCPയെ പിളർത്തി, അവർ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ പിളർത്തി, ആം ആദ്മി പാർട്ടിയിൽ നിന്ന് 7 MP കൊണ്ടുവന്നു, തൃണമൂൽ കോൺഗ്രസിനെ പിളർത്തി. അങ്ങനെ 3-2 ഭൂരിപക്ഷം ഏകദേശം ഉറപ്പിച്ചു വെച്ച് ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കാമെന്നുള്ള ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ജന്തർ മന്ദറിലെ പാർട്ടികളുടെ പ്രതിഷേധം. ആ പാർട്ടികളുടെ പ്രതിഷേധത്തിൽ അടിമുടി ഉലഞ്ഞു പോയ BJPക്ക് ഒരു തിരിച്ചുവരവ് ഇനി വേണമെങ്കിൽ ആ പാർട്ടികളെ പരോക്ഷമായി രാജ്യദ്രോഹികളെന്ന് മുദ്രകുത്തണം. യഥാർത്ഥത്തിൽ അവരെ തന്നെയാണ് മുദ്രകുത്തിയത്, അവരെ തന്നെയാണെന്ന കാര്യത്തിലൊരു സംശയവുമില്ല. അത് വീണ്ടും തിരിച്ചടിക്കാൻ പോകുന്നു. ഈ ഉമ്മർട്ടോ തൻ്റെ ലേഖനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ പുതിയ വാക്കുകളും പുതിയ പ്രയോഗങ്ങളും കടന്നു വരും എന്നാണ് ഒരു പുതിയ കാലഘട്ടത്തിൽ. ശരിയാണ്, കോക്രോച്ച് എന്ന് പറയുന്ന ഒരു വാക്കിനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റിയൊരു വാക്കായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇതിനു മുമ്പ് സാധാരണക്കാരൻ മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയ വാക്കെന്ന് പറഞ്ഞാൽ ഉപ്പ് എന്നതായിരുന്നു. ഉപ്പ് കുറിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ ഭാഷയിലേക്ക് വിളക്കിച്ചേർത്ത മനുഷ്യനാണ് ഗാന്ധി. എന്നാൽ പാറ്റ എന്നുള്ളതിനെ നമ്മുടെ ദൈനംദിന രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വിളക്കിച്ചേർത്ത ഈ CJPയുടെ പ്രവർത്തകർ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാക്കത് പുറത്തു വന്നു. ദിമാഗി നക്സൽ, അർബൻ നക്സൽ പോലെയോ തുക്കട ഗാങ് പോലെയോ തെരുവിൽ പ്രതിഷേധിക്കുകയല്ല ചെയ്തത്. ഉടനൊരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ ഉണ്ടാവുന്നു. യെസ്, ഐ ആം എ ദിമാഗി നക്സൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർ വരികയാണ്. ദിമാഗി നക്സൽ പാർട്ടി ഏറ്റവും ഒടുവിൽ 5,12,000 ഫോളോവേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത്. ഇതാണ് ഞാൻ പറഞ്ഞത്, 2014-ലെയോ 19-ലെയോ 24-ലെയോ മോഡിയല്ല ഇപ്പോൾ 2026-ൽ ചെങ്കോട്ടയിൽ നിന്ന് സംസാരിക്കുന്നത്. അടിമുടി പതറിപ്പോയ മോദിയുടെ അവസാനത്തെ അടവാണ് യഥാർത്ഥത്തിൽ ഈ ദിമാഗി പ്രയോഗം. അത് പാളിയിരിക്കുന്നു എന്നുള്ളതാണ്. ചെറുപ്പക്കാരെല്ലാവരും ഒരുമിച്ച് നിന്ന് വന്ന് പറയുകയാണ്, യെസ് ഐ ആം എ ദിമാഗി നക്സൽ, ഐ എം എ ദിമാഗി നക്സൽ എന്ന് പറയുകയാണ്. തലച്ചോറുള്ളവൻ ഈ സർക്കാരിന് അനുകൂലമായിട്ടുള്ള PR വർക്ക് മാത്രമല്ല ചെയ്യുന്നത്, അവൻ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇന്ന് ജയറാം രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ഹീ ഈസ് എ മാസ്റ്റർ അബ്യൂസർ ഇൻ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നാണ്. നോക്കൂ, എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദമുള്ള MA ബിരുദം, ആ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദമുള്ള, ബിരുദാനന്തര ബിരുദമുള്ള മാസ്റ്റർ അബ്യൂസറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. ചിദംബരം അടക്കം, അരവിന്ദ് കെജ്രിവാൾ അടക്കം നിലവിൽ ഈ പറയുന്ന ദിമാഗി നക്സൽ എന്ന പ്രയോഗത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. എന്താണ് കിരൺ റിജിജു പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ അനുസരിച്ച് വ്യക്തമായി പറയാം. നാളെ കൊണ്ടുപോയി വാരണാസിയിലോ അല്ലെങ്കിൽ നാഗ്പൂരിലോ കൊണ്ടുപോയി കേസിടരുതല്ലോ. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയാം, ഐ ആം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ ഓൺ കണ്ടീഷൻസ്. ഇത് അടർത്തിയെടുത്ത് കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഓൺ കണ്ടീഷൻസ് എന്ന് ഞാൻ പറയുന്നത്. കാര്യം ഞാനൊരു നക്സലാണ് എന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, ദിമാഗി നക്സൽ എന്നതാണ്. ചിന്തിക്കുന്നവനാണ് നക്സൽ എന്നുണ്ടെങ്കിൽ ഐ എം എ ദിമാഗി നക്സൽ എന്നുള്ളതാണ്. എന്താണ് ദിമാഗി നക്സലിന്റെ പ്രത്യേകതയെ കിരൺ റിജിജു പറയുന്ന ഡെഫിനിഷൻ വഴി നോക്കിയാൽ, കിരൺ റിജിജു പറയുന്നു, മാവോയിസത്തെ പിന്തുണയ്ക്കുന്നവൻ. ഞാൻ മാവോയിസത്തെ അവരുടെ ആയുധപരമായിട്ടുള്ള ഒരു മാർഗത്തെയും ഞാൻ പിന്തുണയ്ക്കുന്നില്ല. ഭരണഘടനയെ ബഹുമാനിക്കാത്തയാൾ, ഭരണഘടനയെ ബഹുമാനിക്കുന്നയാളാണ്.
ഭരണഘടനയുടെ അവകാശങ്ങൾ വേണം എന്ന് പറയുന്നയാളാണ് ദിമാഗി നക്സലെങ്കിൽ ഭരണഘടനയെ ബഹുമാനിക്കുന്ന ഒരു ദിമാഗി നക്സലാണ്. രണ്ടാമത് പറയുന്നു ആർട്ടിക്കിൾ 370 പിന്തുണയ്ക്കുന്നവൻ ദിമാഗി നക്സലാണ്. ഞാൻ ആർട്ടിക്കിൾ 370 പിന്തുണയ്ക്കുന്നയാളാണ്. കാരണം എന്താ? അത് ആർട്ടിക്കിൾ 370 ഒരു സ്റ്റേറ്റിന് സ്റ്റേറ്റ്ഹുഡ് പദവി കൊടുക്കുന്നത് ആ സ്റ്റേറ്റിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്തുകൊണ്ടാണ്. സ്റ്റേറ്റ്ഹുഡിൽ നിന്ന് യൂണിയൻ ടെറിട്ടറിയായിട്ട് തരം താഴ്ത്തുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്തത് ഭരണഘടനയോടുള്ള അവഹേളനമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ ചെയ്യുക? യൂണിയൻ ടെറിട്ടറി സ്റ്റേറ്റ് ആക്കി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക. അതാണ് രാജ്യത്തിന്റെ പുരോഗമനപരമായ രാഷ്ട്രീയം. ഇവിടെ എന്താ ചെയ്തത്? രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായി ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ഭരണഘടനയുടെ ആദ്യത്തെ ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിളിൽ പറയുന്ന സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറി ആക്കി കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിനെതിരാണ്. ഞാൻ ഭരണഘടനയുടെ ആ ആത്മാവിനോടൊപ്പമാണ്. സ്റ്റേറ്റിന്റെ പദവി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 370 എതിർക്കുന്നത് കൊണ്ട് ഞാനൊരു ദിമാഗി നക്സൽ ആകുമെങ്കിൽ ഐ എം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ ഓൺ ദിസ് കണ്ടീഷൻ ഓൺലി. ആർട്ടിക്കിൾ 370 ഭരണഘടനയെ അനുകൂലിക്കുന്നതുകൊണ്ട് ഭരണഘടന ആർട്ടിക്കിൾ 370 അനുകൂലിക്കുന്നത് കൊണ്ട് ഒരു ദിമാഗി നക്സൽ ആകുമെങ്കിൽ ഐ എം പ്രൗഡ് ടു ബി എ ദിമാഗി നക്സൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൺ കണ്ടീഷൻസ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ചാപ്പകുത്തി പ്രതിരോധത്തിലാക്കി ഒടുവിൽ വിയോജിപ്പിനെ വിദ്രോഹമായി ചിത്രീകരിക്കുന്ന ഈ പുതിയ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ പാളിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വലിയ ക്യാമ്പയിൻ. ദിമാഗി നക്സൽ പാർട്ടി എന്ന പേരിലൊരു സംഘടന തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നു. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉണരുന്നു എന്നുള്ളത് നമ്മൾ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേട്ട ഒരു മുദ്രാവാക്യവും പാട്ടുമായിരുന്നുവെങ്കിൽ ഇന്നത് ഇന്ത്യയിൽ സംഭവിക്കുന്നു. നിങ്ങൾ കോക്രോച്ച് എന്ന് അധിക്ഷേപിച്ചാൽ ഞങ്ങൾ കോക്രോച്ച് ജനതാ പാർട്ടിയായി മാറും. നിങ്ങൾ ദിമാഗി നക്സൽ എന്ന് അധിക്ഷേപിച്ചാൽ ഞങ്ങൾ ദിമാഗി നക്സലുകളായി ദിമാഗി നക്സൽ പാർട്ടി ഉണ്ടാക്കും എന്നാണ് പുതിയ ചെറുപ്പക്കാർ പറയുന്നത്. അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദി കോമൺ മാൻ. ജെൻസി അവരൊരു പുതിയ സംഘടന ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ജസ്റ്റിസ് സൂര്യകാന്തിന് കോക്രോച്ച് എന്ന വാക്ക് പറയാൻ കഴിഞ്ഞു. അത് കോക്രോച്ച് ജനതാ പാർട്ടി. ഇപ്പോൾ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിവ് ശൈലിയിൽ അവസാനത്തെ അടവെടുത്ത് പ്രയോഗിച്ചു. ദിമാഗി നക്സൽ എന്ന് ചപ്പകുത്തി ദിമാഗി നക്സൽ പാർട്ടി ഉണ്ടാവാൻ പോകുന്നു ഇന്ത്യയിൽ എന്നുള്ളതാണ്. ഇനി എത്രയൊക്കെ നിരോധിച്ചാലും അത് ഉണർന്നു വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് കാലത്തിന്റെ കാവ്യനീതി. അപ്പോൾ ദിമാഗി നക്സൽ ചാപ്പയോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. ഡോക്ടർ അരുൺ, നിർത്തുന്നതിന് മുമ്പ് എനിക്ക് രസകരമായ കാര്യം പറയാനുണ്ട്. അതായത് ഈ RSS പരിപാടികളിലെ സ്ഥിരം സാന്നിധ്യമായിരിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി മോഹൻ കുന്നുമൽ, അദ്ദേഹം +2 10th ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾ പാറ്റകളിൽ നിന്ന് ഉറക്കെ പറയൂ. കംപ്ലീറ്റ് നിശബ്ദത. ഒരൊറ്റ ആളും വേണ്ടിയിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ആ വിദ്യാർത്ഥികളിലാണ് പ്രതീക്ഷ. അതെ, 100% എനിക്ക് തോന്നുന്നു അത് ആ വിദ്യാർത്ഥികളുടെ ബോധമാണ്. യഥാർത്ഥത്തിൽ മോഹൻ കുന്നുമലിന്റെ മുഖമടച്ച് കിട്ടിയ അടിയാണ് യഥാർത്ഥത്തിൽ ആ വിദ്യാർത്ഥികളുടെ മൗനം എന്ന് പറയുന്നത്. ആ വിദ്യാർത്ഥികൾക്കറിയാവുന്നത് പോലും ഒരു സർവകലാശാല VCക്ക് അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. ഒരു സർവകലാശാല VCക്ക് ആ വിദ്യാർത്ഥികളുടെ മനസ്സറിയാൻ കഴിയുന്നില്ലല്ലോ. ആ വിദ്യാർത്ഥികൾ സർവകലാശാലയിലേക്ക് വരാൻ പോവാണ്. ആ വിദ്യാർത്ഥികളുടെ VC ആയിട്ടിരിക്കുന്ന മനുഷ്യനാണ് ഈ പറയുന്ന രീതിയിൽ ചാപ്പകുത്തി തുടങ്ങുന്നത് എന്നുള്ളതാണ്. എന്തായാലും ദിമാഗി നക്സൽ ചാപ്പയോ എന്ന ചോദ്യത്തിന് 4 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.